കേന്ദ്രവാഴയ്ക്ക് ഇതിലും വലിയ പണി കിട്ടാനില്ല. കേന്ദ്രമന്ത്രി മുരളീധരൻ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഭിക്ഷയാചിക്കുന്നു എന്നൊരു പ്രയോഗം നടത്തി. അവസാനം മാധ്യമപ്രവർത്തകർ കടിച്ചു കീറി. കൈരളിയും ദേശാഭിമാനിയും മുരളിയെ വെള്ളം കുടിപ്പിച്ചു. അവസാനം മുരളി രക്ഷപ്പെടാൻ പറഞ്ഞതൊക്കെ എട്ടിൻ്റെ പണിയായി മാറുകയും ചെയ്തു. ഭാരത് റൈസ് 10 രൂപയുടെ അരിയാണെന്നും അത് വില കൂട്ടി BJP ഇവിടെ വിൽക്കുകയല്ലേ എന്നുമൊക്കെ ചോദിച്ചത് മുരളിയേട്ടന് വല്ലാത്ത സങ്കടത്തിലാക്കി. ഉള്ളി പറഞ്ഞതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഉള്ളിയെയും തേച്ചു വിട്ടു. എന്തായാലും മുരളീധരൻ്റെ മുരളിത്തള്ള് ഒന്ന് കാണാം. ഭിക്ഷയാചിച്ചു മേടിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിന് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട് ആ പണം കൊണ്ട് സംസ്ഥാനത്തെ കാര്യങ്ങൾ നടത്തുന്നത്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഏറ്റവും മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് ആണെന്നാണ്. കൂടുതൽ ആക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കോടതി പോയത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ബെയിൽ ഔട്ട് എന്നാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ദുരവസ്ഥ എന്താണ് എന്ന് സുപ്രീം കോടതിക്കടക്കം ബോധ്യമായി. അതാണ് നിലവിലുള്ള സാഹചര്യം. അങ്ങ് നേരത്തെ പറഞ്ഞത് ഭിക്ഷയാചിക്കുന്നു കേരളം എന്നാണ് അങ്ങ് ഒരു പദപ്രയോഗം നടത്തിയത്. അത് മോശമല്ലേ? ഒരു യൂണിയൻ ഗവൺമെന്റ് കീഴില്, സെൻട്രൽ ഗവൺമെന്റ് കീഴില് സ്റ്റേറ്റ് നിൽക്കുമ്പോൾ സ്റ്റേറ്റിന്റേതായിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളില്ലേ? അവകാശങ്ങളൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ലല്ലോ. ശരിയല്ലല്ലോ. അങ്ങനെ ഈ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന വാദങ്ങൾ, ഈ വാദങ്ങളൊന്നും അംഗീകരിച്ചില്ല. പകരം സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായിക്കണം. കേരളം ഭിക്ഷയാചിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ താൻ ഘോഷിക്കുന്നു. ഞാൻ ഭിക്ഷയാചിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേര്, നിങ്ങൾ കൈരളിയായിരിക്കും, അല്ല മാധ്യമം എന്താണ് ദേശാഭിമാനിയാണ്. ഒരാള് ദേശാഭിമാനി, ഒരാള് കൈരളി. രണ്ട് സൈഡിൽ നിന്ന് ചോദിക്കാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണല്ലോ. ദേശാഭിമാനിയും കൈരളിയും സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളല്ല എന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങൾ പാർട്ടി മുഖപത്രമല്ലേ? പാർട്ടി മുഖപത്രത്തിലുള്ള പാർട്ടിയുടെ തീരുമാനപ്രകാരം വന്നിട്ടുള്ള ആളുകൾ അത് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? മിനിസ്റ്റർ, വേറൊരു കാര്യം, ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കേരളത്തിൽ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആദ്യമായിട്ട് സ്ഥാപിച്ചത് കൊല്ലത്താണ്, പിണറായിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. ഈ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ കൊല്ലത്ത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ക്യാമ്പ് ഉള്ളതായിട്ട് ഒരു വിവരമുണ്ടോ? അല്ല, അത് പിന്നെ സംസ്ഥാന സർക്കാരല്ലേ? അല്ലല്ല, സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരാണ്, എന്നോടല്ലേ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക, സംസ്ഥാനത്തെ മന്ത്രിമാരോട് ചോദിക്കുക, അവര് പറയട്ടെ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉള്ളതായിട്ട് വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ വിദേശകാര്യ മന്ത്രിയുടെ ജോലി കോൺസെൻട്രേഷൻ ക്യാമ്പ് ഞാൻ പറഞ്ഞ അതല്ല, വിദേശ പൗരന്മാരുമായി ബന്ധപ്പെട്ട് താമസിപ്പിക്കാനുള്ള കേന്ദ്രമാണല്ലോ. അങ്ങനെയുള്ളതായിട്ട് അറിയാമോ? അങ്ങനെ സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? രാജ്യത്തെ ആദ്യത്തെ സെന്റർ ഞാൻ മറുപടി പറഞ്ഞല്ലോ. ആ ചോദ്യത്തിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അല്ല, അങ്ങനെ ഒരു കാര്യം BJP സംസ്ഥാന പ്രസിഡന്റ് അറിയാൻ വയ്യാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? അങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. അതിനെ കുറിച്ച് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കാൻ. ഞാൻ അതിന്റെ മറുപടി അതിന്റെ ഉത്തരം മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ഉത്തരം പറഞ്ഞല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം എന്റെ അടുത്ത് കിട്ടണം വിചാരിച്ച കാര്യമില്ല. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് ഈ ഭാരത് റൈസ് 18 രൂപ കിട്ടുന്ന അരി 29 രൂപക്ക് കേന്ദ്ര സർക്കാർ വിൽക്കുന്നു എന്നാണ്. 18 രൂപക്ക് കിട്ടുന്ന അരി 29 രൂപക്ക് കേന്ദ്ര സർക്കാർ വിൽക്കുന്നു, തട്ടിപ്പാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പലതും പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോ ഞങ്ങള് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിപ്പോ കണ്ടില്ലേ, കോടതി പോയിട്ട് എന്തായി? അപ്പൊ ഇതുപോലത്തെ പലതും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് കാലം എങ്ങനെ തള്ളിക്കൊണ്ടു പോകണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ട്. എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടുത്ത
തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ തിരിച്ചറിയും. ഈ പൗരത്വ വിഷയത്തിലെ ഈ മ്യാൻമാറിലെ ഈ റോഹിംഗ്യൻ മുസ്ലിംസ് കുറിച്ച് ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. അവർക്ക് പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോ നമ്മൾ ഈ 3 സ്ഥലത്ത് മാത്രമാണല്ലോ ചെയ്തിരിക്കുന്നത്. ഈ 3 സ്ഥലത്തിന് പുറമെ മറ്റുള്ള സ്ഥലം കൂടി ഉൾപ്പെടുത്തണം എന്നാണോ ഇവരുടെ CPM ആവശ്യം? നല്ലൊരു വിഭാഗം ഇവിടെ പീഡനം അനുഭവിക്കുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ അവിടെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ, അതുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കണം. മതത്തിന്റെ പേരിൽ മതഭൂരിപക്ഷമായിട്ടുള്ള 3 രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന 3 ജനവിഭാഗങ്ങൾ, 6 ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ട കാര്യമാണ്. അത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരാണെന്നാണ് CPM പ്രചരിപ്പിക്കുന്നത്. താങ്കളുടെ ഭാഗത്ത് ഞാൻ ഇതുവരെ CPM കോൺഗ്രസ് പറയുന്നത് കേട്ടിട്ടില്ല. ഈ ഇലക്ട്രൽ വോട്ട് കേന്ദ്ര ഗവൺമെന്റിനും BJPക്കും ജനത്തെ തിരിച്ചടി നാണക്കേട് ഉണ്ടായത്. അപ്പൊ അത് മറയിടാനാണ് പെട്ടെന്ന് പൗരത്വ ഭേദഗതി നിയമം വോട്ട് കേസിൽ അതിലെന്ത് തിരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന് BJPക്ക് നിലപാട് വരാനുള്ളത്. BJPക്ക് നിലപാടൊന്നുമില്ലല്ലോ. BJP സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കണക്ക് കൊടുക്കാൻ പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് കണക്ക് കൊടുക്കും. കോടതി പോയിന്റ് കണക്ക് പുറത്തു വന്നത് ആയിക്കോട്ടെ, അവിടെ കണക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലോ.